ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതർലൻഡ്സിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഝാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ 44 നിയമന പരീക്ഷകൾ റദ്ദാക്കി സംസ്ഥാന സർക്കാർ. ക്രമക്കേടുകളെ തുടർന്ന് റദ്ദാക്കിയ ഈ പരീക്ഷകളുടെ പട്ടിക പുറത്തുവിട്ടു. 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഔട്ട്സോഴ്സ് ഏജൻസിയായ TSR ഡേറ്റ പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും നടത്തിയ പരീക്ഷകളാണ് റദ്ദാക്കിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. ജൂലൈ 20-ന് CJP നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പ്രശംസിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും US തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ പരാമർശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രസ്താവന. ഭീകരമതത്തെ വളരെ ഗൌരവമായാണ് ഇന്ത്യ സമീപിക്കുന്നതെന്നും ഷഹ്സാദ് ഭട്ടി ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രതികരണത്തെക്കുറിച്ച് പറയവേ വിദേശകാര്യ വക്താവ് പറഞ്ഞു. I have no specific comments to make on these remarks. I can say, however, that the credibility and robustness of India's election machinery is a well-established fact globally. Terrorism matters. These are very serious things. We take it very seriously. We want the global community to understand the gravity of such actions. India has been hit hard by terrorism. We have, over the last several years, taken a lot of effort to galvanize global action, strengthen global action to fight terrorism. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനവും പുരോഗതിയും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ജപ്പാനും തമ്മിൽ അടുത്ത ബന്ധമാണ് പുലർത്തുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $27.5 ബില്യൺ എത്തിയതായും ഇന്ത്യയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ 5ാം സ്ഥാനത്താണ് ജപ്പാനെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ഗോയൽ. This relationship has withstood the test of time and there is only one way for this relationship and that is going up, improving, strengthening, doing more, both for Japan and for India. പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച ബ്രിക്സ് രാജ്യങ്ങൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 12ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്ന് സംയുക്ത മന്ത്രിതല പ്രസ്താവനയിൽ അറിയിച്ചു. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കാം എന്ന പ്രധാന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ ഇന്ന് മന്ത്രി N ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹികക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഇതിനായി 1105 കോടി രൂപയാണ് അനുവദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വീടുകളിലേക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ PNG പാചകവാതകം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി പുതിയ പ്രോത്സാഹന പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. പദ്ധതി അടുത്ത മാസം 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തുടനീളം PNG ശൃംഖല വേഗത്തിലാക്കുകയും കൂടുതൽ വീടുകളിൽ പൈപ്പ് ലൈൻ ഗ്യാസ് ഉപയോഗം ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പ്രവർത്തനരഹിതമായി കിടക്കുന്ന കണക്ഷനുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനും PNG ശൃംഖല കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് പദ്ധതി നേരിട്ട് പ്രോത്സാഹനം നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 6 മാസത്തിനിടയിൽ 2 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. നിലവിൽ രാജ്യത്ത് 1.74 കോടി ആഭ്യന്തര PNG കണക്ഷനുകളാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കാൻ നയതന്ത്ര സംഘത്തിന് നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് പ്രവർത്തനക്ഷമമാണെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. സിറിയയുടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഇദ്ലിബിലെ അബുദുഹൂർ എയർബേസിനു നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. തുർക്കി സേനയെ എയർബേസിൽ വിന്യസിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടിയെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഇസ്രയേലിന്റെ ആക്രമണം പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സിറിയയും തുർക്കിയും പ്രതികരിച്ചു. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH പുരുഷ ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. പൂൾ ഡിയിലെ 2 മത്സരങ്ങളും ജയിച്ച ഇംഗ്ലണ്ട് ഇതിനകം അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി കഴിഞ്ഞു. നാളെ നടക്കുന്ന അവസാന പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് അവസാന ദിനത്തിൽ ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യയ്ക്ക് മത്സരം ജയിക്കാൻ ഇനി 6 വിക്കറ്റുകൾ കൂടി മതി. ഇന്ന് 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിൽ 2ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കുന്ന ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ 288 റൺസ് കൂടി വേണം. 4ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം നാളെ സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, S ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. സന്ദർശന വേളയിൽ കേന്ദ്രമന്ത്രിമാർ സിംഗപ്പൂർ നേതൃത്വത്തെ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് നാളെ മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30-ക്കും തിരികെ വൈകിട്ട് 5:30-ക്ക് എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6 മിനിറ്റ് 45 സെക്കൻഡ് ഇടവേളയിൽ 4 അധിക സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി N ഷംസുദ്ദീൻ നിർവഹിക്കും. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതർലൻഡ്സിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ
ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.